എപ്സ്റ്റീൻ ഫയൽസ്. ഇന്നത്തെ ദിവസം നമുക്ക് സംസാരിക്കാനുള്ളത് എപ്സ്റ്റീൻ ഫയലിനെ കുറിച്ചാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാർത്താമാധ്യമങ്ങളിൽ, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ, സോഷ്യൽ മീഡിയകളിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നതാണ് എപ്സ്റ്റീൻ ഫയലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. എപ്സ്റ്റീൻ ഫയൽ എന്നുള്ളത് ജോഫ്ര എപ്സ്റ്റീൻ എന്ന ലൈംഗിക കുറ്റവാളി 2019 അമേരിക്കൻ ജയിലിലാണ് കൊല്ലപ്പെട്ടത്, അല്ലെങ്കിൽ അമേരിക്കൻ ജയിലിൽ ആത്മഹത്യ ചെയ്തു എന്നാണ് ഔദ്യോഗികമായി പറയപ്പെടുന്നത്. അമേരിക്ക വ്യക്തമാക്കിയത് അദ്ദേഹം അമേരിക്കയിലെ ഒരു ലൈംഗിക കുറ്റവാളി എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടത്. 2008 ഇത്തരം തെളിവുകളുമായിട്ട് അദ്ദേഹത്തെ ആദ്യം പിടിക്കുകയും കുറച്ചു മാസങ്ങൾ ജയിലിൽ കിടക്കുകയും വീണ്ടും പുറത്തു വരികയും 2018 വീണ്ടും പരാതികൾ ഉയർത്ത് അദ്ദേഹത്തിനെതിരെയുള്ള കൂടുതൽ തെളിവുകൾ വരുന്നു. വീണ്ടും നിയമ നടപടികളിലേക്ക് പോകുന്നു, ജയിലിലടക്കപ്പെടുന്നു. ആ ജയിലിൽ വെച്ച് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നു. പക്ഷേ ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് അവിടെയുണ്ടായിരുന്ന CCTV നിശ്ചലമായിരുന്നു. ഇങ്ങനെ ഒരുപാട് ദുരൂഹതയുയർത്തുന്നതാണ് ഈ ജോഫ്ര എപ്സ്റ്റീൻ്റെ ജീവിതം എന്നുള്ളത്. ആരായിരുന്നു ഈ ജോഫ്ര എപ്സ്റ്റീൻ എന്നുള്ളത്? 1980കളിലും 90കളിലും 2000ത്തിലുമൊക്കെ അമേരിക്കയിലെ ഒരു പ്രത്യേക ദ്വീപിൽ സ്വന്തമായിട്ട് ദ്വീപും ഫ്ലൈറ്റും ഉണ്ടായിരുന്ന ശതകോടീശ്വരനാണ്. ലൈംഗിക കുറ്റവാളി എന്നതിനപ്പുറം ലോകത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, അതായത് നിലവിലുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, മുൻ പ്രസിഡന്റായിരുന്ന ബിൽ ക്ലിന്റൺ, മൈക്രോസോഫ്റ്റ് CEO, അതുപോലെ തന്നെ ഈ ആലൺ മസ്ക് തുടങ്ങിയ നിരവധി ആളുകൾക്ക് ഈ പെൺകുട്ടികളെ ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുകയും അതിനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിൽ നിന്നും മനസ്സിലാവുന്നത്. ഏതായാലും നിലവിൽ വന്നിരിക്കുന്ന വിവരങ്ങൾ അമേരിക്കയുടെ തന്നെ നീതിന്യായ സംവിധാനം പുറത്തുവിട്ടിരിക്കുന്നതാണ്. ഇദ്ദേഹത്തിനെതിരെ നടന്ന അന്വേഷണങ്ങളിൽ നിന്നും തെളിവുകളായിട്ട് കിട്ടിയിരിക്കുന്ന രേഖകളിൽ നിന്നുമാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു സിയോണിസ്റ്റ് അച്ചുതണ്ട് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്, അഥവാ ഒരു സയനിസ്റ്റ് അച്ചുതണ്ട് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇതുപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇസ്രായേൽ എന്നുള്ള ഭീകര രാഷ്ട്രവും അതിൻ്റെ അനുബന്ധ ഗ്രൂപ്പുകളും ലോകത്ത് പ്രവർത്തിക്കുന്നുള്ളത്. അതിൻ്റെ ഭാഗമായിരുന്നു ഈ ജോഫ്ര എപ്സ്റ്റീൻ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരുടെ ഉപയോഗത്തിനനുസരിച്ച് അവസാനം ഒഴിവാക്കുകയായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് നമ്മൾക്ക് ഭാവിയിലെ അറിയാൻ പറ്റൂ. അത്തരമൊരു ലോകക്രമമാണിത്. ലോകത്ത് തന്നെ ഞെട്ടിക്കുന്ന, നമ്മുടെയൊക്കെ മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പോലും ഇപ്പോൾ പുറത്തു വന്നതിലുണ്ട്. അതായത് 18 വയസ്സ് പോലും തികയാത്ത 15, 14, 13 വയസ്സുള്ള ചെറിയ പെൺകുട്ടികളെ ലാറ്റിൻ അമേരിക്കയിൽ നിന്നും അമേരിക്കയിൽ നിന്നും യൂറോപ്പിലെ പിന്നോക്കവൽക്കരിക്കപ്പെട്ട രാജ്യങ്ങളിൽ നിന്നുമൊക്കെ തട്ടിക്കൊണ്ടുവരികയും കടത്തിക്കൊണ്ടുവരികയും ചെയ്തതിനു ശേഷം അമേരിക്കയുടെ ഈ ദ്വീപിൽ പാർപ്പിക്കുന്നു. സ്വന്തമായിട്ടുള്ള ഒരു പ്രൈവറ്റ് ദ്വീപാണ് ഈ എപ്സ്റ്റീൻ്റെ ഈ ദ്വീപ് എന്നുള്ളത്. ആ ദ്വീപിൽ വെച്ചാണ് ഈ ക്രൂരകൃത്യങ്ങൾ അരങ്ങേറിയിട്ടുള്ളത്. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളുടെ മേധാവികൾ, അത് UAE ആയാലും സൗദി അറേബ്യയുടെ ആയാലും മറ്റ് അറബ് രാജ്യങ്ങളുടെ ആയാലും യൂറോപ്യൻ രാജ്യങ്ങളെയും പല രാജ്യങ്ങളുടെയും നേതാക്കന്മാർ അവിടെ എത്തിയിട്ടുണ്ട്. പല ബിസിനസ് പ്രമുഖരും അവിടെ എത്തിയിട്ടുണ്ട്. പല രാജ്യങ്ങളിലെ സെലിബ്രിറ്റികളും അവിടെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ അവിടെ എത്തി അവരുടെ ആവശ്യങ്ങൾക്കാണ് ഈ ഒരു പ്രത്യേക സ്ഥലം ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ വലിയൊരു കൊട്ടാര പോലെയുള്ള ഒരു സമുച്ചയം ഇദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. സ്വന്തം വിമാനമുണ്ട്. ആ വിമാനത്തിലാണ് ഇവരെയൊക്കെ അവിടെ കൊണ്ടുവരുന്നത്. കൊണ്ടുവന്നുകൊണ്ട് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവിടെ നിന്ന് കൊടുക്കുകയാണ്. അഥവാ ഈ ചെറിയ കുട്ടികളെ ഇവരുടെ ആവശ്യത്തിന്, ലൈംഗിക ആവശ്യത്തിന് ഉപയോഗിക്കാൻ കൊടുക്കുകയാണ്. അത്തരം ദൃശ്യങ്ങൾ പകർത്തുന്നു, പിന്നീട് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവരുടെ നിർദ്ദേശത്തിനനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ആളുകളായിട്ട് ഈ രാഷ്ട്രത്തലവന്മാരും ഇവരുമൊക്കെ മാറുന്നു എന്നുള്ളതാണ്. വിശുദ്ധ ഇസ്ലാം മത വിശ്വാസികൾ വിശുദ്ധമായി കണക്കാക്കുന്ന കഅബയുടെ കിസ്വ പോലും ഇവരുടെ അടുത്തേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നാണ് ഇന്ന് വന്ന വാർത്തകളിൽ നിന്നും മനസ്സിലാവുന്നത്. മുസ്ലിം ലോകം പോലും നടുക്കത്തോടെയാണ് ആ വാർത്ത കേട്ടിരിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന അബ്രഹാമിക് കരാർ,
അറബ് ഇസ്രായേൽ രാജ്യങ്ങൾ തമ്മിലുള്ള അബ്രഹാമിക് അക്കോർഡ് അഥവാ അബ്രഹാമിക് കരാർ അതിൽ ആദ്യം ഒപ്പുവെക്കുകയും അത്തരം നയതന്ത്രങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുള്ള രാജ്യമാണ് യു എയെ സംബന്ധിച്ചിടത്താണ് ഏറ്റവും പ്രധാനമായ ആരോപണങ്ങൾ നിലനിൽക്കുന്നുള്ളത്. യു എയുടെയൊക്കെ രാഷ്ട്രത്തലവന്മാർ ഇവിടെ എത്തിയതും അവിടെ സല്ലപിക്കുന്നതിൻ്റെയും ദൃശ്യങ്ങളും ഈ പുറത്തുവിട്ട വിവരങ്ങളിലുണ്ട് എന്നതാണ്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, യൂറോപ്പിലായാലും ഏഷ്യയിലായാലും അല്ലെങ്കിൽ മറ്റുള്ള ഏത് രാജ്യങ്ങളിലായാലും ഇവരുടെ അധീനയിൽ നിൽക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ ഇവർ റെഡിയാക്കി വെച്ചിരിക്കുന്നു എന്നതാണ്. ഇതുപയോഗിച്ച് ഈ രാഷ്ട്രത്തലവന്മാരെയൊക്കെ ബ്ലാക്ക്മെയിൽ ചെയ്ത് അവരുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്ന ശൈലിയാണ് ഇത്രയും കാലം ഇവർ പിന്തുടർന്ന് പോരുന്നിരുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് അദ്ദേഹം അയച്ച ഒരു ഇമെയിലിൽ ഉണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. 2017 ഇസ്രായേൽ സന്ദർശനത്തിന് മോഡി പോയത് ഇവരുടെ നിർദ്ദേശപ്രകാരം എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിൽ നിന്നും മനസ്സിലാവുന്നത്. അതിനെ തുടർന്നാണ് ഇസ്രായേലും ഇന്ത്യയും പിന്നീടുള്ള നയതന്ത്രങ്ങളൊക്കെ ഉണ്ടായത്. അഥവാ ഇസ്രായേലിന്റെ ഈ ലോകത്തെ നിലനിൽപ്പും ഇസ്രായേലും ലോക രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാക്കുന്ന ബന്ധമൊക്കെ ആത്യന്തികമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഈ കുറ്റകൃത്യങ്ങളുടെ മറവിലാണ് എന്നാണ് ഇപ്പോൾ ലോകം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇവർക്ക് സ്വാധീനിക്കാൻ പറ്റാത്ത ചില ലോക നേതാക്കന്മാരുടെ പേര് ആ ലിസ്റ്റിലുണ്ട്. അതിൽ ഒന്നാമൻ എന്നുള്ളത് നിലവിൽ ലോകത്ത് അമേരിക്കയ്ക്ക് ഏറ്റവും ശല്യമായിക്കൊണ്ടിരിക്കുന്ന, ഇസ്രായേലിന് ഏറ്റവും ഭീഷണിയാണെന്ന് അവർ പറയുന്ന ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയാണ്. മറ്റൊന്ന് തുർക്കി പ്രസിഡന്റ് സയ്യിദ് റജബ് ഉർദുഗാനാണ്. മറ്റൊന്ന് ഇവരുടെ എതിർകക്ഷിയിലുള്ള റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റും ഉത്തര കൊറിയൻ പ്രസിഡന്റും ഒക്കെ അവർക്ക് സ്വാധീനിക്കാൻ കഴിയാത്തവരുടെ ലിസ്റ്റിലുണ്ട്. ഉർദുഗാനെ സംബന്ധിച്ചിടത്തോളം ഉർദുഗാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി അവിടുത്തെ സൈന്യത്തിൽ പോലും ഈ സിയോണിസ്റ്റുകളുടെ ഏജന്റുകളെ തന്ത്രപൂർവം ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. മറ്റു കാരണങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ശൈഥില്യങ്ങൾ ഇല്ലാത്ത വിധം അവരെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് പ്രശ്നമാകുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവസാന വാക്കായ അലി ഖമേനി എന്നുള്ളത് ആ രാജ്യത്തിന്റെ അവസാന വാക്കാണ്, അവരുടെ അവസാന വാക്കാണ്. ഏറ്റവും വലിയ ഈ സയനിസ്റ്റ് വിരോധിയും അമേരിക്കൻ ഇസ്രായേൽ വ്യവസ്ഥിതിയെ എതിർക്കുന്ന ആളുമാണ്. മറ്റുള്ളത് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുടെ തലവന്മാരാണ്. ഇങ്ങനെ പലവിധങ്ങളായ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ ഫയലുകൾ എന്നുള്ളത്. മനുഷ്യന്മാരുടെ മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്നതാണ്. ചെറിയ കുട്ടികളെയാണ് ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൊലപ്പെടുത്തിയിട്ടുള്ളത് എന്നത് ഞെട്ടിക്കുന്നതാണ്. അന്ന് ഇവരുടെ ട്രാപ്പിൽ അകപ്പെട്ട ചില ആളുകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ട് അവരുടെ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഏത് രീതിയിലാണ് ഇവർ ഉപയോഗിച്ചതെന്നും ഏത് രീതിയിലാണ് ഇവർക്ക് ഇടയിൽ പെട്ടുപോയതെന്നും എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്നും ആരൊക്കെ ഇവിടെ വന്നു പോകുന്നുണ്ടെന്നും. ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യം, ഓസ്ട്രേലിയൻ മുൻ പ്രധാനമന്ത്രിക്ക് സ്വന്തം മകളെ പോലും ഇവർക്ക് സമർപ്പിക്കേണ്ടി വരുന്നു. അഥവാ ജോഫ്ര എപ്സ്റ്റീന് അവരുടെ സ്വന്തം മക്കളെ പോലും കൊടുക്കേണ്ട ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതാണ് ഇവിടെ ഏറ്റവും നടുക്കുന്ന കാര്യം. ലോകത്തിലുള്ള പ്രധാനപ്പെട്ട ബിസിനസ് വക്താക്കളെ, സിനിമാ താരങ്ങളെ, സംഗീത വക്താക്കളെ, രാഷ്ട്രത്തലവന്മാരെ, സൈനിക തലവന്മാരെയൊക്കെ ഇവരുടെ അധീനതയിലേക്ക് കൊണ്ടുവരാൻ ഈ ഒരു കാര്യം കൊണ്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട്. മറ്റൊരു തിയറി പറയുന്നത് ഈ സാത്താൻ സേവയാണ്. അതൊക്കെ ആളുകൾ ഏത് രീതിയിൽ എടുക്കുമെന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. പക്ഷേ സാത്താൻ സേവ അവിടെ നടക്കുന്നു. കുട്ടികളെ കൊലപ്പെടുത്തി ഭക്ഷിക്കുക പോലും ചെയ്യുന്ന ഒരു പ്രത്യേകതരം സേവ നടത്തുന്ന ഒരു വിഭാഗമാണ് ഇവർ എന്നും പറയപ്പെടുന്നുണ്ട്. ഇങ്ങനെ വിവിധങ്ങളായ റിപ്പോർട്ടുകളും വിവരങ്ങളുമാണ് പുറത്തു വരുന്നത്. ഏതായാലും ഇത്തരം ഒരു ക്രിമിനൽ, ലോകത്തെ തന്നെ ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾക്ക് നേതൃത്വം നൽകിയ, ലോകത്തെ തന്നെ ലജ്ജിപ്പിക്കുന്ന രീതിയിൽ, ലോക മനസാക്ഷിയെ ഞെട്ടിക്കുന്ന രീതിയിലാണ് ഇവരുടെ ക്രിമിനൽ പ്രവർത്തനം ഈ സിയോണിസ്റ്റ് രാഷ്ട്രത്തിന് വേണ്ടി നടത്തിയിട്ടുള്ളതെന്നും നിലകൊള്ളുന്നതുള്ളതെന്നും വ്യക്തമാക്കുന്നതാണ് ഈ രേഖകൾ. അഥവാ മൊസാദ് എന്നും അല്ലെങ്കിൽ മറ്റുള്ള അവരുടെ പ്രവർത്തനങ്ങൾ മൂലം അവർ നേടിയെടുത്തിട്ടുള്ളതാണ് എന്നും ഒക്കെ പറയപ്പെടുന്നത് ഇത്തരം ലജ്ജാകരമായ, ഇത്തരം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് എന്നാണ്
മനസ്സിലാക്കാൻ കഴിയുന്നത്. അഥവാ സിയോണിസ്റ്റ് രാഷ്ട്രം, ഈ സയനിസ്റ്റ് രാഷ്ട്രം നിലനിൽക്കുന്നത് തന്നെ ഇത്തരം ദുഷ്ടന്മാരായ ആളുകളുടെ അതിക്രൂരമായ വിനോദങ്ങളിലാണ് എന്നതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്നുള്ളത്. ഏതായാലും ലോകത്ത് വരും ദിവസങ്ങളിൽ ഇനി വളരെ വലിയ ചർച്ചകൾക്ക് ശേഷിയുള്ള ഇത്തരം സംഭവങ്ങൾ ഒന്നും കൂടി ലോകത്തിനു മുമ്പിൽ ഓർമ്മിപ്പിക്കുന്ന, ചർച്ചയാകാൻ സാധ്യതയുള്ള വരും ദിവസങ്ങളിൽ ലോകത്ത് തന്നെ ഞെട്ടിക്കാൻ കെൽപ്പുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ എന്നു തന്നെ പറയേണ്ടി വരും.